Hello children, in the previous session we saw about Ghatsi Sar which was built by King Ghatsi with the help of the people to store water. 9 lakes in combine rain വെള്ളം ഫ്ലോ ചെയ്ത് പോവാണ്ട് ത്രൂ ഔട്ട് ദ ഇയർ കിട്ടണത് പോലെ വെള്ളത്തിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത ഫെസിലിറ്റിയാണ് ഘാട്സി സാർ. This happened around 650 years ago. Then we saw the different arrangements that were made on the banks. A lake and the banks facilities so that people can visit those places and make use of the full facilities of that. Now, besides Jaisalmer, many places in Rajasthan get very little rainfall. Here it rains only for a few days in the entire year, sometimes not even that much. The rivers here do not have water all around the year, and yet most of the villages in these areas did not have shortage of water. People knew that every drop of water was precious. Lakes and johars were made to collect water. Water was everyone's need. One and all came together in this work, be it a businessman or a laborer. Some water from the lakes soaked into ground and reached the wells and bawdis. The soil of the area also became wet and fertile. So here even they are mentioning about how people knew the importance of rain and how they saved water so that it can be used throughout the year. You might have heard of something called rainwater harvesting. Rainwater harvesting in Varnalinda, collection and storage of rainwater. Artificially designed the mechanism on the rainwater future use in vendita collect yenadum store yenadum. അങ്ങനെയുള്ള ഫെസിലിറ്റീസിനെയാണ് നമ്മൾ rainwater harvesting എന്ന് പറയുന്നത്. Still, this concept is not very much in use in Kerala because we get rainfall in huge quantities. നമുക്ക് നിറയെ മഴ പെയ്യാറുണ്ട് and we have dams wherein water is stored, so we do not face water shortage much. We receive around 3 to 4 months of heavy rainfall. നമുക്ക് മോൺസൂൺ സീസൺ അത്യാവശ്യം സ്ട്രോങ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇതുവരെ വാട്ടർ ഷോർട്ടേജ് എന്താന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ബട്ട് nowadays you can see മഴ നിന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡ്രൗട്ടിനെ പറ്റിയിട്ട് people are talking about drought, water shortages, drinking water shortage, ഇങ്ങനെയുള്ള പല കാര്യങ്ങളെ പറ്റിയിട്ടും ചർച്ച ചെയ്യണ കേട്ടിട്ടുണ്ടാവും അല്ലേ? So the reason being the water ഇത്രയും മഴ പെയ്തിട്ട് പിന്നെയും എങ്ങനെയാണ് ഷോർട്ടേജ് വരുന്നത്? നമ്മൾ അതിനെയൊന്നും പ്രോപ്പർ ആയിട്ട് പ്രിസർവ് ചെയ്യണില്ല അല്ലേ? അപ്പൊ അങ്ങനെ പ്രോപ്പർ ആയിട്ട് പ്രിസർവ് ചെയ്യാൻ ഉള്ള മെക്കാനിസംസ് നമ്മൾ ചെയ്യണം. അപ്പോ അതിനെയാണ് നമ്മൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ദിസ് ഇസ് വെരി പ്രിവലന്റ് ഇൻ പ്ലേസസ് വേർ ദർ ഇസ് വെരി ലിറ്റിൽ റെയിൻഫോൾ. തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു കെൻ സി അവിടെ എല്ലാ ബിൽഡിങ്സും ദേ ഡു റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. സോ ഹിയർ യു കെൻ സി എ പിക്ചർ. ഓക്കെ, ഇവിടെ ഒരു ഹൗസിന്റെ പിക്ചർ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു അണ്ടർ വാട്ടർ ടാങ്ക് പോലെ a lady is drawing water from this. ഇതിലേക്ക് വെള്ളം വരുന്നത് എവിടുന്നാണ്? ഫ്രം ദ റൂഫ് ടോപ്പ് അല്ലെ? റൂഫ് ടോപ്പ് എന്ന്, അതായത് എപ്പോഴെങ്കിലും മഴ പെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളം is getting collected into the tank. ഇവിടെ കണ്ടോ പൈപ്പൊക്കെ വെച്ചിട്ട് ഇതിനെ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഇസ് നോട്ട് ദിസ് സിമ്പിൾ, there are different mechanisms ഇവിടെ. അതായത് ആദ്യത്തെ മഴ പെയ്യുമ്പോൾ ഈ വെള്ളം ഇതിൽ കളക്ട് ആവാൻ പാടില്ല, ബിക്കോസ് ഇത് ഓപ്പൺ സ്പേസ് ആണ് അല്ലെ? അപ്പൊ ഇവിടെ നിറയെ ഡേർട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനെ ഫ്ലഷ് ചെയ്യണം. ദെൻ ഇതിൽ കളക്ട് ചെയ്യണ വാട്ടർ പ്യൂരിഫൈ ചെയ്തിട്ട് വേണം ഇവിടെ ടാങ്കിൽ കളക്ട് ചെയ്യാൻ, സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഫർദർ പർപ്പസസ്. അപ്പം ഇങ്ങനെ ചെയ്യണേനെയാണ്, ഇതാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. നമ്മുടെ റൂഫ് ടോപ്സിൽ വരുന്ന വെള്ളത്തിനേക്ക് ഒരു പൈപ്പ് യൂസ് ചെയ്തിട്ട് ഏതെങ്കിലും വാട്ടർ സ്റ്റോറേജ് ഏരിയാസിലേക്ക് കണക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് ഒരു ടാങ്ക് ആണ് കാണിച്ചിരിക്കുന്നത്. ദിസ് ക്യാൻ ബി ഐദർ വെൽ
ബോർവെൽ ആവാം, ഇതുപോലെ ടാങ്ക്സ് ആവാം. ഇനി ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അണ്ടർഗ്രൗണ്ടിലേക്ക് സീപ്പ് ചെയ്യണത് പോലെ, അണ്ടർഗ്രൗണ്ടിലേക്ക് സീപ്പ് ചെയ്യണത് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ സാൻഡ് സോയിലൊക്കെ എന്താണ്, പോറസ് ആണ്. പോറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇറ്റ് അലൗസ് വാട്ടർ, സ്പോഞ്ച് പോലെ ഇറ്റ് അലൗസ് വാട്ടർ ടു സീപ്പ് ഇൻ ത്രൂ ഇറ്റ്. ഫാസ്റ്റ് പ്രോസസ് അല്ല, ഇറ്റ്സ് എ സ്ലോ പ്രോസസ് അല്ലെ. അപ്പൊ അങ്ങനെ സീപ്പ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ഒരു പിറ്റിലേക്ക് കണക്ട് ചെയ്തിട്ട് ഗ്രൗണ്ട് വാട്ടർ ലെവലിലേക്ക് ഈ വെള്ളം കളക്ട് ചെയ്യണത് പോലെ അതിനെ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യാം. സോ ദീസ് ആർ ഡിഫറെന്റ് മെക്കാനിസംസ്, ദീസ് ആർ ഡിഫറെന്റ് മെത്തേഡ്സ്. അതായത് ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒഴുകി പോണ വെള്ളത്തിനെ നമ്മള് ഗ്രൗണ്ട് വാട്ടറിലേക്ക് പോണത് പോലെ, ഇല്ലെങ്കിൽ ഏതെങ്കിലും റിസർവോയേഴ്സിലെ വാട്ടർ ബോഡീസിലേക്കൊക്കെ മെർജ് ചെയ്യണത് പോലെ പ്രോപ്പർ ആയിട്ട് ചാനൽ ചെയ്യുക. അതിനെയാണ് നമ്മൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. കളക്ഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് റെയിൻ വാട്ടർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് artificially designed system that run off naturally or catchment areas. അതായത് മഴ പെയ്ത ഒഴുകി പോണ വെള്ളത്തിനെ പ്രോപ്പർ ആയിട്ട് ചാനലൈസ് ചെയ്തിട്ട് റീഡയറക്ട് ചെയ്യുക വാട്ടർ സ്റ്റോറേജ് ഏരിയാസിലേക്ക്. അതാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. സോ ഹിയർ യു ക്യാൻ സീ ദിസ് വിൽ ഗിവ് യു ആൻ ഐഡിയ ആസ് ടു ഹൗ ഇറ്റ് ഇസ് ഡൺ. ഓക്കെ, water was everyone's need. One and all came together in this work, be it a businessman or a laborer. Some water from the lake soaked into the ground and reached the wells and bawdis. The soil of the area also became wet and fertile. Every house had a system to collect the rainwater. Look at the picture on your right. How do you think the rainwater that falls on the roof will reach the underground tank? So you can just draw a path. Have you ever seen a step well? Look at the picture. Can you imagine by looking at the picture that the steps go down several stories deep? Instead of drawing the water up from the well, people would go down the step and reach the water. That is why they are called step wells. ഇനി ഇവിടെ the earth soaks water എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഇതാണ് നേരത്തെ പറഞ്ഞത്, സാൻഡും സോയിലും ഒക്കെ പോറസ് മെറ്റീരിയൽസ് ആണ്. ഇതിന്റെ മെത്തേഡിന് അവർ പറയണത് പെർക്കലേഷൻ എന്നാണ്. പെർക്കലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കോഫി പൗഡറില് വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കോഫി ഫിൽറ്റർ കോഫിയുടെ ഇത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലെ. അപ്പൊ അതിലെങ്ങനെയാണ് ആ കോഫി പൗഡറിൽ കൂടെ വെള്ളം സീപ്പ് ചെയ്തിട്ട് ജസ്റ്റ് അതിന്റെ എസെൻസ് മാത്രം താഴേക്കിടും. അതേപോലെ സാൻഡിൽ കൂടെ ഇല്ലെങ്കിൽ സോയിലിൽ കൂടെ ഇല്ലെങ്കിൽ ഡിഫറെന്റ് റോക്സ്, നമ്മുടെ എന്താ പറയാ എർത്തിന്റെ സർഫസിൽ കുറെ റോക്സ് ഉണ്ട്. അപ്പൊ അതിൽ കൂടെ വെള്ളം സീപ്പ് ചെയ്തിട്ട് ഏതെങ്കിലും റോക്ക് റെയിനി സീസണിൽ നമ്മൾ ഈ മൗണ്ടൻ റീജിയനിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് അവിടെ റോക്സിൽ കൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത് കാണും അല്ലെ. മഴ പെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും മഴ പെയ്ത് കുറച്ച് ദിവസമായിട്ടുണ്ടെന്നുണ്ടെങ്കിലും വെറ്റായിട്ട് സ്ലൈറ്റ് ആയിട്ട് വെള്ളം ഇങ്ങനെ ഡ്രിപ്പ് ചെയ്ത് വരുന്നത് കാണാം. എങ്ങനെയാണ് ആ റോക്സില് അൺഈവൻ സർഫസസിലൊക്കെ വെള്ളം ട്രാപ്ഡ് ആയിട്ടുള്ളത് ഫ്ലോ ചെയ്യണം. ഹെവി ഫ്ലോ ആയിരിക്കില്ല, ബട്ട് സ്ലോലി ഇറ്റ് ഫ്ലോസ് ആൻഡ് ഫൈൻഡ്സ് എ പാത്ത്. അപ്പൊ ഇതിനെ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഇതെന്ത് ചെയ്യും, അണ്ടർഗ്രൗണ്ട് സർഫസിൽ സോയിലിൽ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് ഇത് അണ്ടർഗ്രൗണ്ട് വാട്ടർ ആയിട്ട് റീപ്ലെനിഷ്ഡ് ആവും. I'm sure you might be knowing about underground water. So long ago, people used to make long journeys with their caravans of animals and goods. People felt it was a good thing to give water to thirsty travelers. Thus, they built many beautiful step wells. Have you ever faced a shortage of water in your area? If yes, then what was the reason for it? നമ്മുടെ ഏരിയയില് ഫ്ലഡ് വന്നപ്പം, ഐ ഡോണ്ട് നോ ഇഫ് യു റിമെമ്പർ, 3-4 years ബാക്ക് ഫ്ലഡ് വന്നപ്പം വലിയൊരു പൈപ്പ് ഇറ്റ് ഗോട്ട് വാഷ്ഡ് അവേ ഇൻ ദ ഫ്ലഡ് അല്ലെ. എന്നിട്ട് ഹോൾ ഏരിയയില് വാട്ടർ പമ്പിങ് ഹാഡ് ടു ബി സ്റ്റോപ്ഡ്, ദാറ്റ് ഹാഡ് ടു ബി റീപ്ലേസ്ഡ്. ഒരു 2-3 days കംപ്ലീറ്റ് ആയിട്ടും വെള്ളം നിന്നിട്ടുണ്ടായിരുന്നു. I don't know if you remember, probably you can check with your parents, they might know about it. Talk to your grandmother or an elderly person, find out when they were of your age, from where did they get water for the house. Some of them had wells in their house,
some people had to go far away. Like കുറേ ദൂരത്ത് പോയിട്ട് ഗ്രാൻഡ് പേരൻസ് ഒക്കെ സ്റ്റോറി പറയണ കേട്ടിട്ടുണ്ടാവും. ഞങ്ങളുടെ വീട്ടിൽ വെള്ളം ഇല്ലാണ്ട് ഞങ്ങൾ ഇത്ര ദൂരം നടന്ന് അല്ലേ കുളിക്കാൻ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട്. ദോസ് ഡേയ്സ് they did not have നമ്മുടെ പോലത്തെ വാട്ടർ കണക്ഷൻ ഒന്നും ഇല്ല അല്ലേ. ദീസ് ഡേയ്സ് തിങ്സ് have changed. നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ മലമ്പുഴ വാട്ടർ കണക്ഷൻ ഉണ്ട്. അപ്പോൾ in earlier days that was not there, so they had to get water for the houses. ഇപ്പോൾ കുളത്തുനിന്നും കിണറ്റുനിന്നും ഒക്കെയാണ്, വെൽസ് എന്നൊക്കെയാണ് അവർ വെള്ളം ഫൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നത്. സം ഹാഡ് ഇറ്റ് ഇൻ ദെയർ ഹൗസസ് ഇറ്റ്സെൽഫ്, but some had to go far away and fetch water. Has there been a change now? Definitely. What kind of water arrangements were made for travelers or any other? Now, what do people do about water when they travel? These days when we travel, we know we buy water from outside. അല്ലേ, എല്ലാവരുടെയും ബോട്ടിൽഡ് വാട്ടർ കിട്ടാനുണ്ട്. നമ്മൾ എന്താ ചെയ്യുക, ഒരു ബോട്ടിൽ ബിസ്ലറി വാങ്ങും, ഇല്ലെങ്കിൽ ഒരു ബോട്ടിൽ അക്വാഫീന വാങ്ങും. At times we carry water with us. Earlier days it was not there. ചില വീടുകളുടെയൊക്കെ മുന്നിൽ ട്രാവൽ ചെയ്യണ ആൾക്കാർക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കുടത്തിലൊക്കെ വെള്ളം വെച്ചിട്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു earlier daysൽ. So what kind of water arrangements were made for travelers earlier? Okay, so with that we'll stop our today's session, children. Please watch the video. Find out a little more about rainwater harvesting. With that, I'll stop my today's session, children. Thank you and take care.